അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുപ്പത്തൊന്നാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത്. ഇതിൽ പറയുന്നത് അള്ളാഹുവിനല്ലാതെ വേറെ ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഔലിയാക്കന്മാരെയോ മലക്കുകളെയോ ജിന്നുകളെയോ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളെയോ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഖബറിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അവനാകുന്നു സത്യം, ബാക്കിയെല്ലാം മിഥ്യയാണ്. അതായത് ലോകത്തിൽ ഇനിയൊരു സമയം വരാനുണ്ട്, അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം ഇല്ലാതെയായി പോകുന്നൊരവസ്ഥ വരും. ശരിക്കും സത്യമായ ഒന്ന് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. നമ്മൾ സത്യം അല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. 31-ാമത്തെ സൂറത്ത് 32-ാമത്തെ ആയത്ത്. ഇതിൽ ഒരു തമാശയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ കാണുമ്പോൾ, അതായത് ഈ പാലം കിടക്കുവോളം നാരായണ നാരായണ, പാലം കിടന്നാൽ കൂരായണ കൂരായണ എന്ന് നമുക്ക് നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ദൈവത്തിനെ നമുക്ക് അത്യാവശ്യം വരുമ്പോഴേ നമ്മൾ ഓർക്കുള്ളൂ എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പറയുന്നു, പർവ്വതങ്ങളെപ്പോലെയുള്ള തിരമാല, വലിയ സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അള്ളാഹുവെ കാത്തോളേ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഔലിയാക്കന്മാരെ വിളിക്കാനോ അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങൾ വിളിക്കാനോ മനുഷ്യ ദൈവങ്ങൾ വിളിക്കാനൊന്നും പോകില്ല. അത് കഴിഞ്ഞ് ഈ ബുദ്ധിമുട്ടൊക്കെ മാറി കരയിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവൻ അള്ളാഹുവിനെ മറക്കും. പാലം കയറി കഴിഞ്ഞു. 31-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം വാപ്പാക്ക് മക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്ക് വാപ്പാക്കോ ഉപകാരം ചെയ്യാൻ പറ്റാത്തൊരു ദിവസമുണ്ട്. അതായത് ഒരു നിസ്കാരം തരുമോ വാപ്പ എന്ന് ചോദിച്ചാൽ തരില്ല, അതുപോലെ വാപ്പ മക്കളോട് ചോദിച്ചാലും തരില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ലോകാവസാനത്തിൽ മഹ്ശറയിൽ ഉണ്ടാവുക. ആ ദിവസത്തെ ഭയപ്പെടുക. ഈ ഭൂമി കാണുന്നതൊക്കെ കണ്ട് വഞ്ചിതരമായിരിക്കുക. ഇതൊന്നും അല്ല ജീവിതം. 31-ാമത്തെ സൂറത്ത് 34-ാമത്തെ ആയത്ത്. ഇതിൽ കൃത്യമായിട്ട് പറയേണ്ടത് അള്ളാഹുവിന് മാത്രമേ സമയം, അന്ത്യസമയം എപ്പോഴാണ്, ലോകാവസാനം എപ്പോഴാണെന്ന് അറിയുള്ളൂ. അതുമാത്രമല്ല, മഴ പെയ്യിപ്പിക്കുന്നത് അവനാകുന്നു, വേറെ ആരും അല്ല. മീകായിൽ എന്നുള്ള മലക്കിനെ വെച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എവിടെ എത്ര പെയ്യണം എന്നും എത്ര നേരം പെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ചുരുക്കി പറയാൻ മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹു ആണ്, അല്ലാതെ മീകായിലല്ല. മീകായിലിൻ്റെ പണിയെടുക്കുന്നു എന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മളൊരു ഓഫീസിലൊരു ക്ലർക്ക് ഫയലെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കുന്നു, ഇപ്പുറത്തേക്ക് വയ്ക്കുന്നു, അതുപോലത്തെ പരിപാടി ചെയ്യുകയാണ് മീകായിൽ അലൈഹിസ്സലാം. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ചെയ്യുന്നതൊക്കെ അള്ളാഹു തന്നെയാവുന്നു. പിന്നെ ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുന്നു, ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പിന്നെ നമുക്ക് അറിയില്ല നാളെ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്, അതും അള്ളാഹുവിന് അറിയാം. പിന്നെ മരിക്കുന്നത് എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. അള്ളാഹ്ക്ക് അറിയാം നമ്മൾ ഏത് നാട്ടിൽ വെച്ച് എപ്പോൾ മരിക്കും എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 31-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത്. ഇതിൽ പറയുന്നത് അള്ളാഹുവിനല്ലാതെ വേറെ ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഔലിയാക്കന്മാരെയോ മലക്കുകളെയോ ജിന്നുകളെയോ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളെയോ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഖബറിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അവനാകുന്നു സത്യം, ബാക്കിയെല്ലാം മിഥ്യയാണ്. അതായത് ലോകത്തിൽ ഇനിയൊരു സമയം വരാനുണ്ട്, അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം ഇല്ലാതെയായി പോകുന്നൊരവസ്ഥ വരും. ശരിക്കും സത്യമായ ഒന്ന് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. നമ്മൾ സത്യം